First Commerce Computer Applications, Chapter 3 Functions, Part 2 Console Functions and Stream Functions. ഇവിടെ Predefined Functions എന്നുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അതിനകത്ത് കൺസോൾ ഫംഗ്ഷൻ ആൻഡ് സ്ട്രീം ഫംഗ്ഷൻസ്. നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് 5 തരത്തിലുള്ള പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ ഇവിടെ ഒരു ചാർട്ട് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായി ചെയ്തതാണ്. നമുക്കുള്ള 5 പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇവിടെ പറയുന്നു. കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രീം ഫംഗ്ഷൻ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ്. അതിൻ്റെ താഴെ ഉള്ള ബോക്സിൽ ഓരോ ഫംഗ്ഷനും യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് CSTDIO. അതായത് ആ ഫംഗ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് CSTDIO എന്നുള്ള ഹെഡർ ഫയൽ പ്രോഗ്രാമിൽ കൊടുക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ സ്ട്രീം ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ IOStream എന്നുള്ള ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ CString എന്നുള്ള ഹെഡർ ഫയൽ ആവശ്യമാണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ CMath എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ C-Type എന്നുള്ള ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നു. ഈ 5 കാറ്റഗറി ഓഫ് പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൺസോൾ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡിനെയാണ്. അപ്പോൾ കീബോർഡ് എന്നുള്ള ഒബ്ജക്റ്റിനെ Cin കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് കീബോർഡിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് Cin. അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഇനാണ് മോണിറ്റർ. മോണിറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് Cout എന്ന ഒബ്ജക്റ്റിലൂടെയാണ്. അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ Cin, Cout എന്നുള്ള 2 ഒബ്ജക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നു. കൺസോൾ ഫംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഗെറ്റ്സ് ആൻഡ് ഗെറ്റ് കെയർ. ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പുട്ട്സ് ആൻഡ് പുട്ട് കെയർ. സ്ട്രീം ഫംഗ്ഷൻ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻസ് ഗെറ്റ് ആൻഡ് ഗെറ്റ് ലൈൻ ആണ്. പക്ഷെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് Cin.get ആൻഡ് Cin.get ലൈൻ. നമ്മുടെ യൂസേജ് ഈ രൂപത്തിലാണ്. അതായത് Cin.get എന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെറുതെ ഗെറ്റ് എന്ന് കൊടുത്താൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. അതുപോലെ Cin.get ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അവിടെ മാറിക്കിട്ടില്ല. കൺസോൾ ഫംഗ്ഷന് Cin ഉപയോഗിച്ചോ ഇല്ല. സ്ട്രീം ഫംഗ്ഷനകത്താണ് Cin.get എന്നും Cin.get ലൈൻ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ വരുമ്പോൾ Cout.put ആൻഡ് Cout.write ഈ ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമുക്ക് 5 പഠിക്കാനുണ്ട്. strlen, strcpy, strcat, strcmp ആൻഡ് strcmpi. ഓരോന്നും നമ്മൾ വിശദമായി പഠിക്കും. അതുപോലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ABS, ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, SQRT, പവർ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, SQRT ഫോർ ഫൈൻഡിങ് ഔട്ട് ദി സ്ക്വയർ റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി എക്സാമ്പിൾസും സിൻടാക്സും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സമ്മറി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അതുപോലെ ക്യാരക്ടർ ഫംഗ്ഷൻസ് നമുക്ക് 7 എണ്ണമുണ്ട്. ഈസ് അപ്പർ, ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽമം, ടു അപ്പർ, ടു ലോവർ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കുക. ഓരോ കാറ്റഗറി നമുക്ക് 5 ബ്രോഡ് കാറ്റഗറീസ് ഉണ്ട്. അതിനുള്ളിൽ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, അതിന് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ 5 കാറ്റഗറി ഓഫ് ഫംഗ്ഷൻസ് ഒന്നുകൂടെ പറയാം. കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻസ്.
അതിൽ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോവാം. കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെ യൂസ് ചെയ്യേണ്ട ഹെഡർ ഫയൽ ഏതാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഏതാ ഹെഡർ ഫയൽ? stdio. അപ്പോൾ നമ്മൾ കൺസോൾ ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിനുള്ളിലും #include cstdio എന്ന് ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് പറയുന്ന ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. കൺസോൾ ഫങ്ഷൻസിനകത്ത് രണ്ട് തരത്തിൽ ഉണ്ട്. ഇൻപുട്ട് ഫങ്ഷൻസും ഉണ്ട്, ഔട്ട്പുട്ട് ഫങ്ഷൻസും ഉണ്ട്. ഇൻപുട്ട് ഫങ്ഷൻസ് ഗെറ്റ്സ് ആൻഡ് ഗെറ്റ് കെയർ. ഔട്ട്പുട്ട് ഫങ്ഷൻസ് പുട്ട്സ് ആൻഡ് പുട്ട് കെയർ. ഗെറ്റ്സും പുട്ട്സും നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അറേസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിനകത്ത് ഗെറ്റ്സും പുട്ട്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇൻപുട്ട് ഫങ്ഷൻസ് ആദ്യം നോക്കാം. ആദ്യത്തേത് ഗെറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഗെറ്റ്സ് എന്താണ്? ഗെറ്റ്സ് ഇസ് എ console input function used to accept a string of characters including white spaces from the keyboard and store it in a character array. Gets എന്ന ഫംഗ്ഷൻ സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ഇൻക്ലൂഡിംഗ് വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസസ് ഉൾപ്പെടെ സ്ട്രിങ്ങിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇൻപുട്ട് ചെയ്യാനായി ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? സ്റ്റോർഡ് ഇൻ എ ക്യാരക്ടർ അറേ. അതിൻ്റെ സിൻടാക്സ് പറയുന്നു ഗെറ്റ്സ് ഓഫ് ക്യാരക്ടർ അറേ നെയിം. നമ്മൾ ഏത് അറേയിലേക്കാണോ ഈ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഈ സ്ട്രിംഗ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ അറേയുടെ പേരാണ് നമ്മളിവിടെ സൂചിപ്പിക്കുക, ആർഗ്യുമെൻ്റായി കൊടുക്കുന്നത്. അതിന് എക്സാമ്പിൾ ഗെറ്റ്സ് മൈ നെയിം. മൈ നെയിം എന്ന അറേയിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്ത് എടുക്കുന്ന സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്ത ഫംഗ്ഷനിലേക്ക് പോവാം. ഗെറ്റ് കെയർ. ഗെറ്റ് കെയർ എന്നുള്ള ഫംഗ്ഷൻ വഴി നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദി ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. നമ്മുടെ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ ഗെറ്റ് കെയർ ഉപയോഗിച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ ക്യാരക്ടർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ എവൻ ബിലോ. നമുക്ക് താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ch ഈക്വൽ ടു ഗെറ്റ് കെയർ ഫംഗ്ഷൻ. ch എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ്. ആ വേരിയബിളിലേക്ക് നമ്മൾ ഇൻപുട്ട് സ്വീകരിച്ച് സ്റ്റോർ ചെയ്യുകയാണ്. ഗെറ്റ് കെയർ വഴി ഒരു സിംഗിൾ ക്യാരക്ടർ സ്വീകരിച്ച് അത് ch എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് കൺസോൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ്. പുട്ട്സ് ആദ്യം നോക്കാം. പുട്ട്സ് എന്താണ്? പുട്ട്സ് നമ്മൾ സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. ദ ഫംഗ്ഷൻ പുട്ട്സ് ഈസ് എ കൺസോൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ used to display a string data on the monitor. അതിൻ്റെ സിൻടാക്സ് പറയുന്നുണ്ട് puts of string data. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ എക്സാമ്പിൾ കാണിക്കുന്നു. പുട്ട്സ് എന്നുള്ള ഫംഗ്ഷനുള്ളിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു സ്ട്രിംഗ് കൊടുക്കാം, അല്ല എങ്കിൽ സ്ട്രിംഗ് വാല്യൂ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ അറേ നെയിം ഇവിടെ ആർഗ്യുമെൻ്റായി പാസ് ചെയ്യാം. ഇപ്പോൾ പുട്ട്സ് ഓഫ് സ്ട്രിംഗ് ഡേറ്റ, നമുക്ക് എന്താണോ ഏത് സ്ട്രിംഗ് ഡേറ്റയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് അവിടെ പാസ് ചെയ്ത് കൊടുക്കാം എന്നാണ് സിൻടാക്സിൽ പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. ക്യാർ str ഓഫ് 10. str എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് അറേ, അറേയുടെ സൈസ് എത്രയാണ്? 10. 10 എന്ന് കൊടുത്താൽ നമുക്ക് എത്ര ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക? 9 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്ട്രിംഗ് ആകുമ്പോൾ അവസാനത്തെ ലൊക്കേഷനിൽ ഒരു നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 9 ക്യാരക്ടേഴ്സ് മാത്രമേ സ്ട്രിങ്ങിനുള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാർ str ഓഫ് 10 എന്ന് പറയുന്ന അറേയിലേക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പുട്ട്സ് ഓഫ് ഹലോ എന്ന് കൊടുത്തു. ഡബിൾ കോട്ട്സിനുള്ളിൽ ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഹലോ അതേപടി പ്രിന്റ് ചെയ്യും. പുട്ട്സ് ഓഫ് str എന്ന് കൊടുത്താലോ str സ്റ്റോർ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ പുട്ട് ക്യാർ. This function displays the character given as the argument on the monitor. നമുക്ക് പുട്ട് ക്യാർ എന്ന് പറയുന്നത് ഗെറ്റ് ക്യാറിനോടൊപ്പം പറയാം. ഗെറ്റ് ക്യാർ എന്തിനാണ് ഉപയോഗിച്ചത്? ടു ഇൻപുട്ട് എ ക്യാരക്ടർ. അതുപോലെ പുട്ട് ക്യാർ എന്തിനായിരിക്കും? ടു ഔട്ട്പുട്ട് എ ക്യാരക്ടർ. ഒരു സിംഗിൾ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പുട്ട് ക്യാർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദ ആർഗ്യുമെന്റ് മേ ബി എ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഓർ എ വേരിയബിൾ. പുട്ട് ക്യാറിനകത്ത് നമ്മളൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു. അത് ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആകാം, അല്ല എങ്കിൽ ഒരു വേരിയബിൾ ആകാമെന്നാണ് പറയുന്നത്. ചില കേസസിൽ ഈ ക്യാരക്ടർ കോൺസ്റ്റന്റും വേരിയബിളും അല്ലാതെ നമുക്ക് ഇൻഡിജർ വാല്യൂവും ഉപയോഗിക്കാൻ സാധിക്കും.
അപ്പോൾ putchar എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് 3 തരത്തിലാകും. ഏതൊക്കെയാണ്? either it can be a character constant or a variable or an integer value. integer value കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? this integer value is considered as an ASCII വാല്യൂ. നമുക്കറിയാം ഓരോ ക്യാരക്ടറിനും ഇക്വലൻ്റ് ആയ ഒരു ASCII വാല്യൂ ഉണ്ട്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ASCII വാല്യൂ അനുസരിച്ചുള്ള ക്യാരക്ടർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ putchar ഫംഗ്ഷനകത്ത് നമുക്ക് 3 തരത്തിൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം. ആർഗ്യുമെന്റ്സ് ക്യാൻ ബി ക്യാരക്ടർ കോൺസ്റ്റന്റ് or a variable or an integer value. integer വാല്യൂവിനെ ASCII വാല്യൂ ആയി എടുത്തതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ മോണിറ്റർ. ഇനി എൻ്റെ എക്സാമ്പിൾസിലേക്ക് കടക്കാം. നമുക്കിവിടെ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് B എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം putchar of CH എന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? CH എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള B എന്നുള്ള ക്യാരക്ടർ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. putchar of C. സിംഗിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് C കൊടുക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള ക്യാരക്ടർ കോൺസ്റ്റന്റ് putchar-നകത്ത് പാസ് ചെയ്യുമ്പോൾ അതേ ക്യാരക്ടർ അതേപടി മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. രണ്ടാമത്തെ നോക്കുക. putchar of 97 എന്ന് കൊടുത്തത്. 97 is an integer value. integer വാല്യൂവിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? integer value is taken as a ASCII വാല്യൂ. ASCII വാല്യൂ ആയി കൺസിഡർ ചെയ്തിട്ട് ആ ASCII വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. അങ്ങനെയാണെങ്കിൽ 97 ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A ആണ്. ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, മനസ്സിലായി? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ സൂചിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ സെർച്ച് ഫോർ എ ക്യാരക്ടർ ഇൻ എ സ്ട്രിംഗ് യൂസിങ് കൺസോൾ ഫങ്ഷൻസ്. നമ്മളിപ്പോൾ പഠിച്ച ആ കൺസോൾ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യുക, ആ സ്ട്രിങ്ങിൽ ഉള്ള ഒരു ക്യാരക്ടർ സെർച്ച് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യുന്നു, സെർച്ച് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറും ഇൻപുട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ സ്ട്രിങ്ങിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത ക്യാരക്ടർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം ഉണ്ട്, നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ദ ക്യാരക്ടർ, അതായത് എത്ര പ്രാവശ്യം ആ സ്ട്രിങ്ങിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഒന്ന് നോക്കാം. നമ്മൾ ഇവിടെ കൺസോൾ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ IOStream എന്നുള്ള ഹെഡർ ഫയലിനോടൊപ്പം CSTDIO എന്നുള്ള ഹെഡർ ഫയലും കൂടെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡിൽ കൊടുത്തു. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം, സ്ട്രിംഗ് അക്സെപ്റ്റ് ചെയ്യാനായി gets of str എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? Cനും getsഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? gets will accept white spaces കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് gets. Cന് അത് പറ്റുമോ? ഇല്ല. Cin കൺസിഡർ വൈറ്റ് സ്പേസസ് ആസ് എ ഡീലിമിറ്റർ. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. cout എൻ്റർ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. സെർച്ച് ചെയ്യാനുള്ള ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ CH എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് getChar എന്ന ഫംഗ്ഷനിലൂടെ കിട്ടുന്ന നമ്മൾ ഇൻപുട്ട് ചെയ്ത് സെർച്ച് ചെയ്യാനുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അടുത്ത് പറയുന്നത് എ ലൂപ്പ് ടു സെർച്ച് ഫോർ ദ ക്യാരക്ടർ ആൻഡ് കൗണ്ട് ഇറ്റ്സ് ഒക്കറൻസസ് ഇൻ ദ സ്ട്രിംഗ്. സെർച്ച് വിൽ ബി ടെർമിനേറ്റഡ് വെൻ null character is found. ഇതിനകത്ത് തന്നെ ഫുൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മൾ ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്തു, ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് മാർക്കർ ഏതാ, അല്ലെങ്കിൽ അവസാനത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നൾ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ഏതുവരെ പോകണം? until we get the null character. അതാണ് ഇവിടെ കണ്ടീഷനായി കൊടുത്തിട്ടുള്ളത്, ടെസ്റ്റ് എക്സ്പ്രഷനായി കൊടുത്തിട്ടുള്ളത്. str of I, നമ്മുടെ സ്ട്രിങ്ങിൻ്റെ പേര് str ആയിരുന്നു. strൻ്റെ ഓരോ ക്യാരക്ടറും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ I എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമ്മൾ കോമൺ ആയി ഉപയോഗിച്ചു. ആ str of Iയുടെ വാല്യൂ /0 അല്ലെങ്കിൽ നൾ ക്യാരക്ടർ ആകുന്നത് വരെ നമ്മുടെ ഈ ഒരു സെർച്ചിങ് പ്രൊസീഡ് ചെയ്യുന്നു. ഇപ്പോൾ str of I =CH ആണെങ്കിൽ എന്ത് ചെയ്യണം?
നം എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടറായി സെറ്റ് ചെയ്തിട്ടുള്ള വേരിയബിളാണ് നം. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ഇവിടെ 0 എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് str ഓഫ് I, അതായത് ഇപ്പോൾ STRൽ പോയിന്റ് ചെയ്യുന്ന ലൂപ്പ് പോയിന്റ് ചെയ്യുന്ന കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് CH ആണെങ്കിൽ നമ്മിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്യും. നം ഈക്വൽ ടു 1 ആവും. വീണ്ടും സെർച്ചിങ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു ലൂപ്പിലൂടെ. അഗെയിൻ ഇതുപോലൊരു മാച്ച് കണ്ടെത്തുകയാണെങ്കിൽ STR ഓഫ് Iയുടെ വാല്യൂ വീണ്ടും CHI വരെയാണെങ്കിൽ, അതായത് വീണ്ടും ആ സ്ട്രിങ്ങിൽ ഇതേ ക്യാരക്ടർ കണ്ടുമുട്ടുകയാണെങ്കിൽ അഗെയിൻ നം വിൽ ബി ഇൻക്രിമെന്റഡ് ബൈ 1. ഇങ്ങനെയാണെങ്കിൽ നമ്മിൻ്റെ വാല്യൂ 2 ആവുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് എത്ര പ്രാവശ്യം ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്ട്രിങ്ങിനകത്തുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് അത് നം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു വാല്യൂ ആണ് നമുക്ക് അവസാനം ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ടത്. എത്ര പ്രാവശ്യം ഉണ്ടോ എന്നുള്ളത് നം എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്, അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ് ഇവിടെ ജീനിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നോക്കിയ എക്സാമ്പിളാണ് ഇത്. നമുക്ക് ആദ്യം കമ്പൈൽ ചെയ്യാം. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി വന്നു കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യുന്നു. അഗെയിൻ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു. ഇവിടെ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളത് STRൻ്റെ സൈസ് 30 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗെറ്റ്സ് ഫംഗ്ഷൻ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് cin.getLine എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഈ ഫംഗ്ഷൻ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. ഇനി ഇതൊന്ന് റൺ ചെയ്യുവാണ്. എൻറ്റർ എ സ്ട്രിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം കൊടുക്കാം. എക്സാമിനേഷൻ. എൻ്റെ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. ഞാൻ എ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ദ ക്യാരക്ടർ എ ഇസ് 2. കറക്റ്റ് ആണല്ലോ. എക്സാമിനേഷൻ എന്ന് പറയുന്ന സ്ട്രിങ്ങിനുള്ളിൽ എ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് കൊടുക്കുകയാണ്. എൻ്റെ ദി ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. ഞാൻ ക്യാരക്ടർ കൊടുക്കുന്നത് O ആണ്. നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ദ ക്യാരക്ടർ O is 2. കറക്റ്റ് അല്ലേ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നുള്ള വേർഡിൽ അല്ലെങ്കിൽ എന്നുള്ള സ്ട്രിങ്ങിൽ 2 പ്രാവശ്യം O വന്നിട്ടുണ്ട്. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. അടുത്ത സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഹെഡർ ഫയൽ എന്ന് പറയുന്നത് IOStream ആണ്. ഈ ഫങ്ഷൻസിനെ എന്തുകൊണ്ട് സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നു? Since they allow a stream of bytes to flow between memory and objects. നമുക്ക് ഇവിടെ ഒബ്ജക്ട്സായി കൺസിഡർ ചെയ്യുന്നത് കീബോർഡും മോണിറ്ററും ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മോണിറ്ററും കീബോർഡും മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ സ്ട്രീം ഓഫ് ഡേറ്റ അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ്, ഒരുപാട് ഡേറ്റ ഇങ്ങനെ 1 by 1 ആയി മെമ്മറിയിലേക്ക് പോകുന്നു, കീബോർഡിൽ നിന്ന് മെമ്മറിയിലേക്ക് പോകുന്നു, മെമ്മറിയിൽ നിന്ന് മോണിറ്ററിലേക്ക് പോകുന്നു. ഇങ്ങനെ സ്ട്രീം ഓഫ് ബൈറ്റ്സ് പാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന 3 രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ CH എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. STR എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. CHലേക്ക് ഒരു സിംഗിൾ ക്യാരക്ടറും STR എന്ന അറേയിലേക്ക് ഒരു സ്ട്രിങ്ങുമാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. CH ഈക്വൽ ടു cin.get of CH. ഇവിടെ ഒരു സിംഗിൾ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത് CH എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേ പ്രോസസ്സ് തന്നെ താഴെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയും ചെയ്യാൻ സാധിക്കും. cin.get of CH എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് ചെയ്യുന്നത്. CH എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. cin.get of str, 10. str എന്ന് പറയുന്ന അറേ അതിൻ്റെ സൈസ് 10. ഈ 2 വാല്യൂസാണ്
ഗെറ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻസായി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് മറ്റൊരു സിൻടാക്സ്. cin ഡോട്ട് ഗെറ്റ് ഓഫ് അറേ നെയിം കൊമ സൈസ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം, ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. ഇറ്റ് ആക്സെപ്റ്റ്സ് എ സ്ട്രിംഗ് ത്രൂ ദി കീബോർഡ്. ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ കീബോർഡിൽ നിന്നും സ്ട്രിംഗ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് 3 തരത്തിൽ ഡീലിമിറ്റർ സെറ്റ് ചെയ്യാം. 1 എൻ്റർ കീ പ്രസ് ചെയ്യുക, 2 എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം, ഓർ എ സ്പെസിഫൈഡ് ക്യാരക്ടർ. ഒരു സ്പെസിഫൈഡ് ക്യാരക്ടർ ഇൻപുട്ട് ആകുന്നത് വരെ സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 3 രീതിയാണ് ഡീലിമിറ്ററായി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന 2 തരത്തിലെ സിൻടാക്സസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ക്യാരക്ടർ വേരിയബിളും str എന്ന് പറയുന്ന ക്യാരക്ടർ അറേയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ len എന്നുള്ള ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. len is the short form of length of a string. ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത് cin ഡോട്ട് ഗെറ്റ് ലൈൻ എന്നാണ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അറേയുടെ പേരും രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് അറേയുടെ സൈസുമാണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ വായിക്കാം. ഹിയർ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഹാസ് 2 ആർഗ്യുമെൻറ്റ്സ്, എ ക്യാരക്ടർ അറേ and an integer that represents maximum number of characters that can be stored. ഇത് ഒരു സിൻടാക്സ്. ഇനി മറ്റൊരു സിൻടാക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത സിൻടാക്സിൽ നമ്മൾ 3 ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കാൻ പോകുന്നു. cin ഡോട്ട് ഗെറ്റ് ലൈൻ ഓഫ് str len ch. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ str ഈക്വൽ ടു കമ്പ്യൂട്ടർ സ്ട്രിംഗ് അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? കമ്പ്യൂട്ടറിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 8 ക്യാരക്ടേഴ്സ്. അപ്പോൾ എത്ര ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും? നമുക്ക് str എന്ന് പറയുന്ന അറേക്കകത്ത് 7 ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാം. cin ഡോട്ട് ഗെറ്റ് ലൈനിനകത്ത് 3 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നു, str len ആൻഡ് ch. str എന്ന് പറയുന്നത് അറേ നെയിം, len എന്ന് പറയുന്നത് ഈ അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ch എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ നമ്മളിവിടെ ഡീലിമിറ്ററായി ഉപയോഗിക്കുന്നു. len ആണോ ch ആണോ ഡീലിമിറ്റർ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ആ ഒരു കൺഫ്യൂഷനുള്ള ഉത്തരമാണ് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. വൈൽ ഇൻപുട്ടിംഗ് ദ സ്ട്രിംഗ് ഓൺലി len -1 characters or characters up to the specified delimiting character whichever occurs first will be stored in the array. ഒന്നുകിൽ മാക്സിമം നമ്പർ എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂവിനേക്കാളും ഒന്ന് കുറച്ചിട്ട്, ആ ഒന്ന് കുറയാൻ കാരണം അവിടെ നൾ ക്യാരക്ടർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിന് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ 7 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവസാനത്തെ ക്യാരക്ടർ നൾ ക്യാരക്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ COM PU TE വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ പൊസിഷനിൽ നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആകുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, len -1 ക്യാരക്ടേഴ്സോ ഓർ സ്പെസിഫൈഡ് ഡീലിമിറ്റിംഗ് ക്യാരക്ടർ. ഇവിടെ ch എന്ന് പറയുന്നത് ഞാൻ താഴത്തെ എക്സാമ്പിളിൽ t എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ t എന്ന് പറയുന്ന ക്യാരക്ടർ എത്തുന്നത് വരെ സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. അതായത് ആദ്യം c ഇൻപുട്ട് ചെയ്തു, o ഇൻപുട്ട് ചെയ്തു, m p u t വന്നപ്പോഴേക്കും സ്റ്റോപ്പായി. നൗ മൂവിങ് ടു ഔട്ട്പുട്ട് ഫങ്ഷൻസ്. നമുക്ക് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, സ്ട്രീം ഔട്ട്പുട്ട് ഫങ്ഷൻസ് 2 ഉണ്ട്. ആദ്യത്തേത് പുട്ട് ഫങ്ഷൻ. പുട്ട് ഫങ്ഷൻ is used to display a character constant or the content of a character variable given as argument. നമുക്കിവിടെ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഒന്നുകിൽ അത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആകാം. An example, char ch equal to c. c സിംഗിൾ കോട്സിനകത്ത് ഇടുമ്പോൾ അതെന്താണ്? ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ch ഇരിക്കുന്നത് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. cout ഡോട്ട് പുട്ട് ഓഫ് ch എന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക?
സി എന്നുള്ള ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അടുത്ത് നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുന്നില്ല. പുട്ട് ഫംഗ്ഷനുള്ളിൽ ഡയറക്റ്റ്ലി ബി എന്ന് പറയുന്ന ക്യാരക്ടർ കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുകയാണ്. സി ഔട്ട് ഡോട്ട് പുട്ട് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി ഔട്ട്പുട്ട് ചെയ്യുന്നു. ബി ഈസ് പ്രിന്റഡ് ഓൺ ദ സ്ക്രീൻ. The third case, cout dot put of 65. 65 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിനെ ആസ്കി വാല്യൂ ആയി കൺസിഡർ ചെയ്യുന്നു. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. 65 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ റെപ്രസെൻ്റ് ചെയ്യുന്ന ആസ്കി വാല്യൂ ആണ്. ഇത് ഏതിന് ഇക്വലൻ്റ് ആണ്? നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു കേസ് പഠിച്ചല്ലോ, പുട്ട് കാരിന് ഇക്വലൻ്റ് ആണ് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ സ്ട്രീം ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് ദ സ്ട്രിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ആർഗ്യുമെൻറ്റ്. ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റൈറ്റ് ഫംഗ്ഷൻ. പുട്ട് ഫംഗ്ഷൻ എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിച്ച ഫംഗ്ഷനായിരുന്നു പുട്ട്, സി ഔട്ട് ഡോട്ട് പുട്ട്. റൈറ്റ് ഫംഗ്ഷൻ സി ഔട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. അതിന് എക്സാമ്പിൾ പറയുന്നു. ക്യാർ str ഓഫ് 10 ഈക്വൽ ടു ഹലോ. നമ്മൾ ഒരു സ്ട്രിങ് അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സൈസ് 10 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഹലോ ആണ്. ഹലോയ്ക്കകത്ത് എത്ര ക്യാരക്ടേഴ്സ് ആണുള്ളത്? 5 ക്യാരക്ടേഴ്സ്. സി ഔട്ട് ഡോട്ട് റൈറ്റ് ഓഫ് str, 10. ഇതാണ് സിൻടാക്സ്. cout dot write of str, 10 എന്ന് കൊടുക്കുന്നത് കൊണ്ട് strലുള്ള 5 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്നു. പ്ലസ് നമുക്ക് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 10 എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു 5 സ്പേസസ് കൂടെ പ്രിന്റ് ചെയ്യും. അങ്ങനെ 10 ആകുന്നു. ഈ സ്ട്രീം ഫങ്ഷൻസിൻ്റെ ഇല്ലസ്ട്രേഷൻ പ്രോഗ്രാമാണ് ഇവിടെ കാണുന്നത്. പ്രോഗ്രാം ടു ഇല്ലസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം നമ്മൾ ഉപയോഗിച്ചു. ഹാഷ് ഇൻക്ലൂഡ് സി സ്ട്രിങ് ഉപയോഗിച്ചു. കാരണം നമ്മളിവിടെ ഒരു സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, strlen. നേരത്തെ നമ്മൾ എക്സാമ്പിൾസിൽ len എന്നൊരു വേരിയബിൾ കണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strlen. strlen എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് സി സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വന്നത്. ഇനി പ്രോഗ്രാം നോക്കാം. ch എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. str എന്ന സ്ട്രിങ് അറേ ഡിക്ലെയർ ചെയ്തു. എൻ്റർ എ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനായി cin.get of ch എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ch എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആകുന്നു. cout എൻ്റർ എ സ്ട്രിങ്. അതിനുശേഷം ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ പറയുന്നു. cin.get ലൈൻ ഓഫ് str, 10, ഡോട്ട്. ഇത് ശ്രദ്ധിക്കുക, str അറേയുടെ സൈസ് പറയുന്നുണ്ട് 10, കൂടെ ഡോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നുകിൽ ഈ സ്ട്രിങ്ങിനകത്ത് 10 എലിമെൻറ്റ്സ് എത്തുന്നത് വരെ, 10 എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോഴും 9 എലിമെൻറ്റ്സ് സ്റ്റോർ ആകത്തുള്ളൂ. അവസാനത്തേത് /0 ആകും, അതായത് നൾ ക്യാരക്ടർ ആകും. അല്ല എങ്കിൽ ഒന്നുകിൽ 9 എലിമെൻറ്റ്സ് ഉള്ള അറേ, അല്ല എങ്കിൽ ഈ 9 എലിമെൻറ്റ്സ് ആകുന്നതിന് മുന്നേ ഒരു ഡോട്ട് കാണുകയാണെങ്കിൽ ആ ഡോട്ട് കണ്ട സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുക. cout entered character is cout.put of ch. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തു. ഇവിടെ cin.get ch ഉപയോഗിച്ച് ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട് ഓഫ് ch എന്ന് പറയുന്നത്. സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാനായി ഇവിടെ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. cout.write of entered string is, 20. ഇവിടെ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? entered string is എന്നുള്ള ഡബിൾ കോട്ട്സിനകത്ത് കിടക്കുന്ന ഈ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. cout.write of str, strlen of str. strlen എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്?
നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്ട്രിങ് കണ്ടുപിടിക്കാൻ str_len ഓഫ് str എന്ന് പറയുമ്പോൾ str എന്ന് പറയുന്ന സ്ട്രിങ് അറേക്കകത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ അറേക്കകത്ത് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വരിക. അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. എക്സാമ്പിൾ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുകയാണെങ്കിൽ str_len ഓഫ് കമ്പ്യൂട്ടർ എന്ന് കൊടുത്താൽ എത്രയായിരിക്കും കിട്ടുക? 8. ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ ജീനിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇനി ഇതൊന്ന് കമ്പൈൽ ചെയ്യാം. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ബിൽഡ് ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. നൗ എക്സിക്യൂട്ട്. എൻ്റർ എ ക്യാരക്ടർ. ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പോലെ കൊടുക്കുവാണ്. ക്യാരക്ടർ ഇസ് P. എൻ്റർ എ സ്ട്രിങ്. ഹലോ വേൾഡ്. എൻ്റർഡ് ക്യാരക്ടർ ഇസ് P. എൻ്റർഡ് സ്ട്രിങ് ഇസ് ഹലോ വേൾഡിലെ WO മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? നമ്മൾ P എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുത്തു. അതിനുശേഷം ഒരു എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ആ ഒരു ക്യാരക്ടർ കൂടി str എന്ന് പറയുന്ന അറേയുടെ ആദ്യത്തെ ലൊക്കേഷനിൽ സ്റ്റോറായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗം പോയി. ദെൻ ഓൾറെഡി /n സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് ഒരു ബൈറ്റ് അവിടെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ ഹലോ വേൾഡ് എന്നുള്ള സ്ട്രിങ്ങിൽ 11 ക്യാരക്ടേഴ്സ് ഉണ്ട്. 10 എണ്ണമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ദ സൈസ് ഇസ് ഗിവൺ എസ് 10. അങ്ങനെയാണെങ്കിൽ L വരെ സ്റ്റോർ ചെയ്യണം. ഹലോ വേൾഡിൻ്റെ L വരെ സ്റ്റോർ ചെയ്യേണ്ടതായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നൾ ക്യാരക്ടർ വരുന്നത് കൊണ്ട് WOR വരെയെങ്കിലും വരണമായിരുന്നു. അത് വന്നില്ല. ഹലോ WO വരെ വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? കാരണം P ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഒരു എൻ്റർ കീ പ്രസ് ചെയ്തു. അന്നേരം str എന്ന അറേയിൽ ആ ഒരു സ്പേസ് ഫില്ലായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസേ ഉള്ളൂ. അത്രയും ഭാഗം മാത്രം സ്റ്റോറായി അത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. അതെങ്ങനെ മനസ്സിലാകുന്നത്? എൻ്റേർഡ് ക്യാരക്ടർ ഈസ് P. അത് ഒരു സെയിം ലൈനിൽ അല്ലെങ്കിൽ അതേ ലൈനിൽ തന്നെ നമുക്ക് P പ്രിൻ്റ് ചെയ്ത് വന്നു. പക്ഷേ ഇവിടെയോ എൻ്റേർഡ് സ്ട്രിങ് ഈസ് അടുത്ത ലൈനിലാണ് ഹലോ വേൾഡ് പ്രിൻ്റായി വന്നത്. കാരണം ഇവിടെ ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത ഇഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം str എന്ന് പറയുന്ന അറേയിൽ ആദ്യം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എൻ്റർ കീ ആണ്. ന്യൂ ലൈൻ ക്യാരക്ടറാണ്. /n എൻ്റർ കീ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂ ലൈൻ ക്യാരക്ടറാണ് അവിടെ സ്റ്റോർ ആയിരുന്നത്. അപ്പോൾ പുതിയ ലൈനിലേക്ക് വന്നു. അതിനുശേഷം സ്റ്റോർ ആയിരിക്കുന്ന ഹലോ WO എന്നുള്ള സ്ട്രിങ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഒരു ക്യാരക്ടർ കൊടുക്കുകയാണ് A. സെയിം സ്ട്രിങ്ങിനെ കൊടുത്തു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഹലോ ഡോട്ട് വേൾഡ് എന്ന് കൊടുത്തു. എൻ്റേർഡ് ക്യാരക്ടർ ഇസ് A. എൻ്റേർഡ് സ്ട്രിങ് ഇസ് ഹലോ. കാരണം എന്താണ്? ഹലോ ഡോട്ട് വേൾഡ് എന്നാണ് കൊടുത്തത്. ഡോട്ട് വന്നാൽ അവിടെ വെച്ച് ഡീലിമിറ്റ് ചെയ്യണമെന്ന് നമ്മൾ cin.getLine എന്നുള്ള ഫംഗ്ഷനുള്ളിൽ കൊടുത്തിട്ടുണ്ട് പ്രോഗ്രാമിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട്പുട്ട് വന്നത്. ഓക്കെ.